ബിഗ് ബോസ് സീസൺ 6 ഇന്നലത്തെ എപ്പിസോഡിൽ ഇന്നലെ രാത്രി ലൈവിൽ നടന്നൊരു കാര്യമാണ്. അതായത് ശരണ്യ പോയിട്ട് ഈ ഋഷിയുടെ വിഷയവും കാര്യങ്ങളും കരച്ചിലും വീച്ചിലും എല്ലാത്തിനും ശേഷം ശരണ്യ പോയി ഇരുന്നിട്ട് നല്ല രീതിയിലുള്ള ഉപദേശം ഒന്ന് കൊടുക്കുന്നുണ്ട്. ആർക്കാണ്? ജബ്രിക്കും. സോറി കേട്ടോ, ജബ്രി അല്ലല്ലോട്ടെ, ഗബ്രിക്കും നമ്മുടെ ജാസ്മിനും. അവർ രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള ഉപദേശം കൊടുക്കുകയാണ്. അതായത് എന്താണ് ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ, എന്താണ് നിങ്ങൾ ഫ്രണ്ട്സ് ആണോ, നിങ്ങൾ ലവർ ആണോ, എന്താണ് നിങ്ങളുടെ കാര്യത്തിലുള്ള എന്താണ് ശരിക്കുള്ള കാര്യം, നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയൂ. ഇങ്ങനെ ശരണ്യ ചോദിക്കുന്നുണ്ട്. കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പലതും സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ അങ്ങോട്ട് ദഹിക്കുന്നില്ല, ജാസ്മിൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അപ്പോഴൊക്കെ എതിരായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലതും പറയുന്ന സമയത്ത് ശരണ്യയുടെ വായിന്ന് തന്നെ വന്നു. ശരണ്യ പറയാണ്, ഗബ്രി നിനക്ക് കുറച്ച് വകഭേദം ഉള്ള അല്ലെങ്കിൽ കുറച്ച് വകതിരിവുള്ള ആളല്ലേ എന്ന് അറിയാതെ ശരണ്യയുടെ വായിന്ന് വരുവാണ്. പെട്ടെന്ന് അത് ശരണ്യ മാറ്റിയിട്ട് അങ്ങനെയല്ല, നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റണം. അതായത് ജാസ്മിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ശരണ്യയുടെ വായിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി അറിയാതെ വന്നുപോയി. അതായത് നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, നീയെങ്കിലും ഒന്ന് ചിന്തിക്കുകയെന്ന് ഗബ്രിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ എന്തൊക്കെ പോയി പറഞ്ഞാലും ജാസ്മിൻ്റെ ഒരു ഇതിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അതായത് അവൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൽ ഉറച്ചു നിന്നിട്ട് ബാക്കിയുള്ളവരെയും കൂടി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് ജാസ്മിന്. അപ്പൊ അത് ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഋഷിയും പറഞ്ഞൊരു കേസാണ്, ഞാൻ ജാസ്മിനോടൊന്നും പറയാൻ പോകുന്നില്ല, അവളെ എനിക്ക് അറിയാം എന്നുള്ള കേസ് പറയുന്നുണ്ട്. അതായത് അവളെ എനിക്കറിയാം, അവളെ ഇനി ഇത്ര പറഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ നൂറ് അടക്കം ഈ ഒരു കരച്ചിലും വീച്ചിലും നടക്കുന്ന സമയത്ത് റോക്കിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൾ ഈ കാണിക്കണതൊക്കെ ഒന്നും ഇമോഷണലായിട്ട് അവൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇതൊക്കെ പുറത്ത് ആൾക്കാരെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവൾക്ക് പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് ഈ കരച്ചിൽ ഇവിടെ മുമ്പോട്ട് വെച്ചതെന്ന് നൂറടക്കം പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ നടുക്ക് വന്നിരിക്കണ സമയത്ത് അവർക്ക് കംഫർട്ട് അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഓരോരോ ആക്ട് കാണിക്കുന്ന സമയത്ത് അതും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്ന് അവരോട് പറയുന്നുണ്ട്. അതായത് ബാക്കിയുള്ളവരെല്ലാവരും അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കയ്യും കാലും പിടിച്ച് കാണിക്കണ ഓരോരോ കാര്യങ്ങൾ അതൊക്കെ അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ചിലർക്ക് ഉണ്ടാകാം, ചിലർക്ക് ഉണ്ടാകാതിരിക്കാം. പക്ഷെ ചിലർ പറയും, ചിലർ പറയാതിരിക്കും. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ചിലർ മനസ്സിനുള്ളിൽ വെക്കും. പക്ഷെ അവരുടെയൊക്കെ ഉള്ളിൽ നിങ്ങളിങ്ങനെ കാണിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ഉള്ളിലുണ്ടാകും, ഇതെന്താണ്, ഇവരെന്ത് കളിയാണ് ഇവിടെ കാണിക്കണത്, അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ശരണ്യ ചോദിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത്. പക്ഷെ ഇവർക്കൊരു കൂസലൊന്നുമില്ല. ഇവർ ചിരിച്ചു കളിച്ച് അപ്പോഴും ശരണ്യയുടെ മുൻപിൽ ഇരിക്കണ സമയത്ത് പോലും ജാസ്മിൻ എടുത്ത് ഗബ്രിയുടെ കയ്യിൽ തോളിലൊക്കെ വെച്ചിട്ട് കൈയൊക്കെ എടുത്ത് തോളിലൊക്കെ വെച്ച് അങ്ങനെയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അപ്പോഴും നിൽക്കണത്. ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. ശരണ്യ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ കുറച്ച് മുൻപ് തന്നെയാണ് ഗബ്രി ഈ ജാസ്മിനെ ആശ്വസിപ്പിക്കുക എന്ന പേരിൽ പിടിച്ച് ഉമ്മ കൊടുക്കണതും ഇവർ കെട്ടിപ്പിടിക്കണതും ഇതൊക്കെ കുറച്ച് മുമ്പ് നടന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞും രാത്രി ഇവർക്ക് ചെയ്തുകൊണ്ടിരിക്കണത് എന്താണ്, ഓരോരോ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബാത്റൂം സൈഡിൽ പോയിട്ട് ഇവർ എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവർ ഇതൊക്കെ കേട്ട് ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇവർക്കൊരു നന്നാവാനുള്ള ഒരു പ്ലാനും ഇല്ല. പിന്നെ അവർ കരുതിക്കൂട്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്, അറിയാതെ ഒന്നും ചെയ്യുന്നതല്ല. ഇത് കരുതിക്കൂട്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതായത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പേരിൽ പലതും യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെയാണ് പുറത്തേക്ക് പ്രേക്ഷകർക്ക് പോലും ഇത് തോന്നുന്നത്. ജാസ്മിന്റെ കേസ് പലതവണ നമ്മൾ പറഞ്ഞതാണ്. പുറത്ത് സംസാരിച്ചതും പുറത്ത് പോകുന്നതിന് മുൻപ് പറഞ്ഞതും നേരെ ഓപ്പോസിറ്റാണ് അവിടെ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ വന്നാലും സാരമില്ല എന്നാണ് ഇന്നലെ ഋഷിയുടെ കേസിലൊക്കെ ജാസ്മിൻ പറയണത്. അതായത് എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, ഇനി എന്നെ ഏത് രീതിയിൽ നെഗറ്റീവ് ആക്കിയാലും കുഴപ്പമില്ല, പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, പുറത്തുള്ള ആൾക്കാർ പൊട്ടന്മാരാണെന്നാണോ ജാസ്മിന്റെ ഒക്കെ വിചാരം? എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം, ഇവർ കൊടുത്ത ഉപദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും വലിയ രീതിയിലൊന്നും അവർക്ക് കൊണ്ടിട്ടുമില്ല. അവർ അതിനനുസരിച്ച് മാറ്റവും കാര്യങ്ങളും ഒന്നും നാളെ തൊട്ട് കൊണ്ടുവരാനും പോകുന്നില്ല. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. നാളത്തെ പ്രൊമോയിലാണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട സമയത്ത് അവർ ഒരുമിച്ച് തന്നെയാണ് നടക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും ആ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നത്. അവർ ഒരു വേറെ ഗെയിം കളിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. അവർക്ക് അവരുടേതായ, എനിക്ക് തോന്നുന്നു അവർ ഗെയിം തന്നെയല്ലേ കളിക്കുന്നതെന്നാണ് ഇപ്പോൾ പലർക്കും സംശയം. ചെന്ന് അവസാനിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇത് പലരെയും വെറുപ്പിച്ചിട്ടുണ്ട്. ആ വീട്ടിലുള്ള ഒരാൾക്ക് പോലും ഇവരോട് പ്രത്യേകിച്ച് ഒരു അനുകമ്പയോ സ്നേഹമോ ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇവർ കാണിക്കുന്ന ഈ ഒരു വളരെ മോശമായിട്ടുള്ള ബിഹേവിയറാണ്. മനസ്സിലാക്കി എപ്പോഴും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത് എവിടം വരെ എത്തും നമുക്ക് കണ്ടറിയാം. ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റായി രേഖപ്പെടുത്തുക.